ವಿಶೇಷವಾದ ಅನ್ನದಾನದ ಕಾರ್ಯಕ್ರಮ ಕೂಡ ಹಮ್ಮಿಕೊಂಡಿದ್ದೇವೆ. ಅದೇ ರೀತಿ ನಾಳೆ ಸಂಜೆ 6:30ಕ್ಕೆ ಕಿರಿಕಿರಿಯಾಗಿ ಬೆಂಗಳೂರಿನ ഇപ്പോൾ റോഡ് സൈഡിലാണ്. ഇവിടെ ഫുള്ള് നല്ല അലങ്കരിച്ചിരിക്കുക കേട്ടോ, ബിൽഡിങ്സ് അടക്കം. വരുന്ന വഴികളും ഒക്കെ നമ്മുടെ നാട്ടിൽ ട്യൂബൊക്കെ ഇടുന്ന പോലെ, പക്ഷെ ഇവിടെ ഇങ്ങനെ ഫാൻസി ലൈറ്റ്സ് തൂക്കിയിരിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ട്. പരിപാടിയൊക്കെ ഉച്ചയ്ക്കായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ രാവിലെ കണ്ട ഭാഗമാണ് ഇപ്പം നിങ്ങൾ നേരത്തെ കണ്ടത്. പക്ഷേ ഇപ്പോൾ അവിടെ പ്രതിഷ്ഠകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പിന്നെ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ മുന്നേ ഇവിടെ ഉച്ചയ്ക്ക് ഫുഡ് കൊടുത്തിരുന്നു എന്ന് തോന്നുന്നു. ആൾക്കാർ ഇട്ടതാണ്. ആ ഫുഡൊക്കെ വേസ്റ്റ് ആക്കിയിട്ടുണ്ട്, ഇട്ടിട്ടുണ്ട്. കണ്ടോ ഇത്ര ഫുഡാ വേസ്റ്റ്. അങ്ങനെയുണ്ട്. ഇനി നമുക്ക് ആ പ്രതിഷ്ഠകളും അവിടുത്തെ കാര്യങ്ങൾ കാണാം കേട്ടോ. എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നാളെ ആയിരിക്കും അപ്പോൾ ഉത്സവം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. അങ്ങനെയാണെങ്കിൽ നാളത്തെ വിശേഷങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കാണാം, ആസ്വദിക്കാം. ഇവിടെ വരാൻ കഴിയാത്തവർക്ക് ഇതിലൂടെങ്കിലും കണ്ടിട്ട് നിങ്ങൾക്ക് കാണാം, അത്ര തന്നെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തിരുന്നു. എപ്പോഴും പറയാറുണ്ട്, വെറുപ്പിക്കലാന്നറിയാം, എന്നാലും വേറെ വഴിയില്ലാത്തതുകൊണ്ട്. കാരണം നമുക്ക് അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല. ഓക്കെ, കണ്ടോ എല്ലാ ഭാഗവും ലൈറ്റ്സ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസ്. ഇന്നത്തെ വീഡിയോ ഇവിടെ ക്രോസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ കേട്ടാ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. അടുത്ത ബാംഗ്ലൂരിലത്തെ വിശേഷങ്ങളുമായി ഞാൻ വരുന്നതാണ്. ബൈ. റോട്ടിലാണ് കേട്ടോ അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും നല്ല സഹകരണത്തിലാണ്. 6 ನೃತ್ಯದ ಕಾರ್ಯಕ್ರಮ, ಡ್ಯಾನ್ಸ್ ಪ್ರೋಗ್ರಾಮ್ ಹಮ್ಮಿಕೊಂಡಿದ್ದೇವೆ. ಇದೇ ಬಡಾವಣೆಯ ವೀರಾಜು ಮತ್ತು ಸಂಘದವರಿಂದ ಪುಟ್ಟ ಮಕ್ಕಳಿಂದ ಹಿರಿಯರವರೆಗೂ ಭಕ್ತಿ ಗೀತೆಗಳ ನೃತ್ಯ ಮತ್ತು ಚಿತ್ರಗೀತೆಗಳ ನೃತ್ಯದ ಕಾರ್ಯಕ್ರಮ, ಡ್ಯಾನ್ಸ್ ಪ್ರೋಗ್ರಾಮ್ ಹಮ್ಮಿಕೊಂಡಿದ್ದೇವೆ. നല്ല രസമൊക്കെ ഉണ്ട് കേട്ടോ അവർ സെറ്റ് ചെയ്തത്. കാണാൻ നല്ല രസമുണ്ട്. ಅದೇ ರೀತಿ ನಾಳೆ ಬೆಳಗ್ಗೆ 19/5/2020 ಶುಕ್ರವಾರ 8 ಗಂಟೆಗೆ ಬೇರೆಯಾಗಿ ദൈവങ്ങളുടെ വിഗ്രഹങ്ങളാണെന്ന് തോന്നുന്നു. ആരൊക്കെയാണെന്ന് മനസ്സിലാവുന്നില്ല. നല്ല രസമായിട്ട് അറേഞ്ച് ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, രാത്രിയാവും ഇതിൻ്റെ ഫുൾ ഭംഗി കിട്ടുക. അവർ നോക്കുന്നുണ്ട്, സെക്യൂരിറ്റി വരുന്നുണ്ട്. ഞാൻ ഓഫ് ചെയ്യാണ് ഇപ്പോൾ തൽക്കാലം. ബാംഗ്ലൂരിൽ ഉത്സവം തുടക്കമാണ് കേട്ടോ. അത് എത്ര ദിവസത്തെ ഉത്സവം എന്നാണ് പറഞ്ഞത്, എങ്ങനെയാണെന്ന് അറിയില്ല. ഉണ്ടല്ല, അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടൊക്കെ ഉണ്ട് ഇവിടെ, വാഴയൊക്കെ വെച്ച്. എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നറിയില്ല കേട്ടോ. ഇവിടെയൊക്കെ നല്ല ബാഹുബലിൻ്റെ സെറ്റ് ഇട്ട പോലെ ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്. കണ്ടോ.
നല്ല മയിലും ഓരോ രൂപങ്ങളും ഒക്കെ ഉള്ള പില്ലേഴ്സ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. നാളത്തേക്ക് അറിയുള്ളൂ ഇവരെന്താ ഉദ്ദേശിച്ച് തന്നെ. എന്തായാലും ലൈറ്റ്സ് കൊണ്ടൊരു കളിയായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ബാംഗ്ലൂരിൽ ഞാൻ വന്നിട്ട് ഇപ്പം ഇങ്ങനത്തെ ഞാൻ ആദ്യമായിട്ടാട്ടോ കണ്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന നല്ല രസമുണ്ട്. ഇതിപ്പോൾ നമ്മൾ അവിടെ ആ ഒരു ഇത് കണ്ടു കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് ചെറിയൊരു ഈ ഒരു സൈഡിലേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ രാത്രി പ്രോഗ്രാംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ಎಲ್ಲ ಶಕ್ತಿ ದೇವರುಗಳ ಮುಂದೆ ವಿಶೇಷವಾದ ಅನ್ನದಾನದ ಕಾರ್ಯಕ್ರಮ, ವಿಶೇಷವಾದ ഇന്നത്തെ ഉത്സവത്തിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ടോ, എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് അത് എൻ്റെ മൊബൈലിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര വിഷമമുണ്ട്. ചാർജ് തീർന്നു പോയി. ഇതിനാണെങ്കിൽ തീരെ ചാർജ് കിട്ടാത്തൊരു പ്രശ്നമുണ്ട് എൻ്റെ ഈ മൊബൈലിന്. അപ്പോൾ അതുകൊണ്ടാണ്. നല്ല രസമുള്ള പ്രോഗ്രാംസൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഞാൻ ചാർജ് കയറുന്നത് നോക്കി നിൽക്കുമായിരുന്നു. ഒന്നാമത് വിവോ ആണ് ഈ സെറ്റ്, ഇതിന് ചാർജ് അങ്ങ് അധികം നിൽക്കൊന്നുമില്ല. എൻ്റെ ഒരു സാംസങ്ങിൻ്റെ ഉണ്ടായിരുന്നു, പക്ഷേ ഡിസ്പ്ലേ പണിയായതുകൊണ്ട് മറ്റേ ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരുമായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു, നല്ലൊരു വൈബും കാര്യങ്ങളൊക്കെ ഉണ്ട്, അലമ്പൊന്നുമില്ല, രസമായിരുന്നു കേട്ടോ. ഇത് ഫസ്റ്റ് ഡേ ആണ്. ഇനി സെക്കൻഡ് ഡേ നാളെ ഉണ്ടാവുമെന്ന് പറയുന്നത് ഉറപ്പില്ല. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ അവിടുത്തെ ഇതൊക്കെ കണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ ഒരു ദേവീൻ്റെ ഉണ്ട് കേട്ടോ. ഇവിടെ കൂടുതലായിട്ട് ട്രാൻസ്ജെൻഡേഴ്സാണ് ഇവിടെ ഉള്ളത്. ചിലപ്പോൾ അവരുടെ കോഡായിരിക്കും. അപ്പം അങ്ങനെ ഈ ദേവീനെ എപ്പോഴാണ് കേട്ടോ പുറത്ത് കാണുന്നത്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്താണ് ഉണ്ടാവില്ല. അതായത് ഇവിടുത്തെ ടെമ്പിളാണ്, ചെറിയൊരു ബിൽഡിങ് പോലെയുള്ളൂ. അപ്പം ഇതാ ഇവിടെ കോലം ഇടുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ നാടൻ കാഴ്ചകൾ കേട്ടോ. ബാംഗ്ലൂരത്തെ വിശേഷങ്ങളുമായിട്ട് ഇനിയും ഉണ്ട് ഇഷ്ടം പോലെ. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിൽക്കുക. നമുക്ക് ഇനിയും പുതിയ വീഡിയോസുമായിട്ട് കാണാവുന്നതാണ്. ഓക്കെ, നാടയിലെ നെല്ലിക്കടை മാറിയമ്മ, വേളാങ്കണ്ണിയിലെ വേളാങ്കണ്ണിയമ്മ,
നമ്മളെ മലയാളിയിൽ കുറേ ആൾക്കാരുണ്ട്. പിന്നെ അപ്പുറത്താണെങ്കിൽ നമ്മളെ ഫ്രണ്ട്സുണ്ട്. അതായത് ഞങ്ങളുടെ രീതിയിലുള്ള പയ്യന്മാരാണ്. പിന്നെയുള്ള വിഭവങ്ങൾ ഞാൻ മനസ്സിലാട്ടോ, എന്തായാലും ഇരുന്നല്ല. അപ്പൊ നമ്മുടെ ഉത്സവത്തിന്റെ 2ാം ദിവസം ആയിരിക്കുകയാണ്. ഇന്ന് ഡാൻസ് അല്ല കേട്ടോ, ഇന്ന് പാട്ടുകളാണ്. ഇതൊക്കെയാണ് കേട്ടോ കിട്ടിയത്. ഇനിയുണ്ട് കിട്ടാൻ സംഭവങ്ങൾ. വരുന്നുണ്ട്, വഴി വരുന്നുണ്ട്. കണ്ടാ വരുന്ന അടുത്ത ഐറ്റം വരുന്നുണ്ട്. ബിരിയാണി ഉണ്ട്, സാധാ റൈസും ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ വരുന്ന ബിരിയാണിയാണ്, വെജിറ്റബിൾ ബിരിയാണി. ഇവരുടെ നാട്ടിലത്തെ വെജിറ്റബിൾ ബിരിയാണി കണ്ടോ. സോയ, മഷ്റൂം, സോയ. ಹೆಂಗ್ ಬಡಿತಾರ ನೋಡು. ಹೇಳ್ತಾ ಇದ್ದೀನಿ ಸ್ವಲ್ಪ ಬಾಟಿ ಹೆಂಗ್ ಕಟ್ಕೊಳ್ಳೋಣ ಅಂತ. ಆ ಬಾಟಿ ಮುಚ್ಚಾರ ಇಟ್ಟಿದ್ಯಾ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ സദ്യ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. സംഭവം ഒരു വെറൈറ്റി സദ്യയാണ്. എന്തൊക്കെ ഉള്ളത് ഞാൻ ഇരിക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുക. അവിടെ ആൾക്കാർ തെക്കി കയറാൻ വേണ്ടിയിട്ട് തല്ലുണ്ടാക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്കൂടെ അങ്ങോട്ട് കയറിയതാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് പറയാൻ എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ കേട്ടോ. നൂൽപുട്ട് പോലത്തെ എന്തൊക്കെ സാധനം കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. എന്തൊക്കെയുണ്ട്. എന്തായാലും ഞാൻ കഴിക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതാ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും അന്നദാനം കൊടുക്കുകയാണ്. അന്നപൂർണേശ്വരിയോ അങ്ങനെ ഏതൊരു ദേവീനെയാണ് ഇപ്പോൾ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വോയിസ് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഭയങ്കര ബഹളമാണ്. പിന്നെ ഇവിടെ നമുക്ക് ഒച്ചത്തിൽ സംസാരിക്കാൻ പറ്റില്ല, എല്ലാവർക്കും ബുദ്ധിമുട്ടാവില്ലേ. അതുകൊണ്ടാണ് ഞാൻ ഒച്ചത്തിൽ സംസാരിക്കാത്തത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണെന്നുള്ള ഞാൻ കഴിക്കാനിരിക്കുമ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഉത്സവത്തിൻ്റെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ, 3rd ഡേ ആണ്. അപ്പോൾ ഇവിടെ ഇതാ ഇവരൊരു എന്താ പറയുക ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ആൾ നിൽക്കുന്നതാണ് പറയുന്നത്, ഉറപ്പില്ല. ഇതേപോലെ തന്നെ അങ്ങ് അറ്റത്ത് അങ്ങ് ദൂരെ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ക്ലിയറായിട്ട് കാണാൻ കഴിയുന്നില്ല. ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് കേട്ടോ ആൾക്കാർ. അവിടെ അന്നദാനം നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്യൂ ആണ്, നല്ല നീളത്തിലുള്ള ക്യൂ ആണ്. ഇവിടെ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് ഇപ്പോൾ
വീഡിയോ എടുക്കണമെങ്കിൽ കുറേ നേരം ഉണ്ടാവും. നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഇപ്പോൾ എടുക്കുകയാണ്. വലിയ മഹാലക്ഷ്മി ദേവീൻ്റെ രൂപം കിട്ടിയ ആളുടെ ഫോട്ടോ എടുക്കുന്നത്. മലയാളത്തിലുള്ള അനുഗ്രഹ കലാസമിതി എന്ന് പറഞ്ഞിട്ടുള്ള ടീം വന്നിട്ടുണ്ട് കേട്ടോ. അവരുടെയാണ് ഈ ഒരു സംഭവം. എന്തായാലും മലയാളത്തിൽ യു ഓൾസോ കാളെ ഞങ്ങൾ കുത്താൻ വന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ ഇവിടെ എത്തിയപ്പോഴാണ് in our area is also like that. Look, this is from Kerala. Look, sorry, look the behind. Yeah. നല്ല മഴയത്താണ് ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് റിസ്ക്കാണ്.